ഗുരുവായൂരപ്പ, അങ്ങനെ 4 മാസത്തെ സസ്പെൻഷന് ശേഷം ഞാൻ വീണ്ടും സർവീസിലേക്ക് കയറുക. ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കണേ. ഭഗവാനെ കൂടെ ഉണ്ടാവണേ. സിസി, അപ്പൊ ഞാൻ ഇറങ്ങുവാണേ. സ്പൈഡർമാൻ നല്ല ഉറക്കമാണല്ലോ. ഇവൻ ഉറക്കത്തിലും പറക്കോടി. എന്റെ പൊന്നോ, അവിടെ കിടന്നോട്ടെ. ഈ വെക്കേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. എന്റെ വെക്കേഷൻ എന്തായാലും കഴിഞ്ഞു. അതെ ജയേട്ടാ, ഞാനും തക്കടവും കൂടിയായി എന്റെ വീട് വരെ ഒന്ന് പോട്ടെ. എന്തിന്? അതെ, അപ്പച്ചൻ ജാതിക്ക് പറിക്കാൻ വേണ്ടി മരത്തിൽ കയറിയപ്പ കാല് തന്നെ വീണെന്ന് ഉളുങ്ങിയിരിക്ക. ഒന്ന് പോയി കാണണ്ടേ? തൽക്കാലം പോകണ്ട. പോകണ്ടേ? അതെന്താ അപ്പച്ചനെ കാണാൻ പോവണ്ടെന്ന് പറഞ്ഞേ? കഴിഞ്ഞ 4 മാസം ഞാൻ സസ്പെൻഷനിലായി വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോളേ നിന്റെ അപ്പച്ചൻ ഇവിടെ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഊളത്തരത്തിന് ഒരു കണക്കുമില്ല. മനസ്സിലായോ? അത് പിന്നെ നിങ്ങളെപ്പോഴും സസ്പെൻഷൻ എന്നും പറഞ്ഞ് വീട്ടിൽ കയറി ഇരുന്നോണ്ടല്ലേ. അതാരായാലും അങ്ങനെ പറയുള്ളൂ. എന്നാലും ഈ 4 മാസമായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ചെലവും നോക്കിയത് എന്റെ അപ്പച്ചനാ. പൊടി നിന്റെ അപ്പച്ചന്റെ പുണ്യപരാണം പറഞ്ഞു നിൽക്കാണ്ട് അപ്പുറത്ത് പോയി ഒരു നിറകുടം വെള്ളം എടുത്ത് ഉമ്മർത്ത് പോയി നിൽക്ക്. നിറകുടം വെള്ളം കണ്ടുകൊണ്ട് പുറത്തോട്ടിറങ്ങിയ നല്ല ഐശ്വര്യമായിരിക്കും. ഇന്നത്തെ ദിവസം ഐശ്വര്യമായിരിക്കണം. മനസ്സിലായ? ആ പോ ചെല്ലു പോ. മിസ്റ്റർ ജയൻ, ലിസി കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതലയോടെ നീ വീണ്ടും കൃത്യനിർവഹണത്തിലേക്ക് കടക്കുകയാണ്. ഇത് തെളിയിച്ചാൽ നിന്റെ തൊപ്പിയിൽ ഇതൊരു പൊൻതൂവലായിരിക്കും. വരട്ടെ. എന്റെ ശവിനം മുടക്കം വന്നു നിൽക്കണോ? തനിക്കെന്താ തലക്കോല ഭ്രാന്തി പിടിച്ചോ? താൻ ഇവനെ ആക്കി ചവിട്ടി ചളുക്കി കളഞ്ഞല്ലോ. ഇതെന്താ സംഭവം? എന്തത്? എടി, നല്ലൊരു ദിവസോട്ട് കൊടവും കണി കണ്ട് ഇറങ്ങാൻ നിന്ന് ഞാൻ എന്താ കണ്ടെന്നറിയാമോ? ഇവന്റെ കൊതം ഗിനിപ്പന്നിനുണ്ടല്ലോ. എന്റെ സിസിമോള് മോളിലത്തെ ബാത്റൂം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അത് പെയിന്റ് അടിക്കാൻ കൊണ്ടുവന്ന ബംഗാളിയാണ് ഇവൻ. അവിടെ പൈപ്പുണ്ട്, താൻ പോയി കഴിക്കേ. കഴുകടോന്ന്. എന്താ പരിപാടി? അതെ, ഞാൻ വാടക കൊടുക്കാൻ തീരുമാനിച്ചു. അതങ്ങ് താൻ തീരുമാനിച്ചാ മതിയോ? എന്റെ വീട്ടിൽ എന്തു നടക്കണമെന്ന് ഹൗസ് ഓണറായ ഞാൻ തീരുമാനിക്കും. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. എന്റെ തലക്ക് മുകളിൽ ആൾ താമസം വേണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. അല്ല, തലക്കകത്ത് ആൾ താമസം പണ്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇടക്കിടക്ക് സസ്പെൻഷൻ വാങ്ങി വീടിന്റെ അകത്ത് കുത്തിയിരിക്കണം. ദേ കളവ, വായിൽ പല്ലിലാണ്ടായി പോയി. അല്ലെങ്കിൽ 32 പല്ലടിച്ച താഴെ ഇട്ടാനെ. ചേച്ചി, സോപ്പ് തേച്ച് തരുമോ? നിനക്കപ്പോ ഒരു ചവിട്ടിന്റെ കുറവും കൂടി ഉണ്ടല്ലേ. ഒറ്റക്കങ്ങ് കുളിച്ചാ മതി. അതെ, സാമ്പത്തിക ടൈറ്റ് ആണെങ്കിൽ മോളത്തെ വാടക ഞാനങ്ങ് തരാം. ആദ്യം ഒരു കാര്യം ചെയ്യും, ഇപ്പൊ താമസിക്കുന്നതിന്റെ വാടക കൃത്യമായിട്ട് കൊടുത്താ, എന്നിട്ട് ആലോചിക്കാം മോളത്തെ കാര്യം. അത് തരാം. ഈ തരാമെന്ന് പറയുന്ന അല്ലാതെ തരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനമെടുത്തത്, മോളത്തെ നില വാടക കൊടുക്കാൻ. അതും ഡീസൻ്റായ ഒരു വക്കീൽ. ഇവനാ എടാ കുട്ടൂസ, കള്ള പോലീസേ, നീ എന്താടാ ഇവിടെ? ലച്ചു, ഞാൻ പറയാറില്ലേ കോടതിയിലേക്ക് വെച്ച് ഒരു കുട്ടൂസൻ എന്ന് പേരുള്ള എസ്ഐയുടെ കാര്യം? ഇരട്ട പേരാ. അത് ഇവനാ, ഈ കള്ള പട്ടിയുടെ തെണ്ടി. അപ്പൊ നിങ്ങളൊന്ന് പരിചയം ഉണ്ടോന്നോ? ഈ ഹരിലാലും ഈ നിൽക്കുന്ന കുട്ടൂസനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങ് കോടതി ഉളപ്പിലേക്ക് വരണം. കുട്ടൂസനാ? ആ, ഇവനെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാരും വിളിക്കണത് കുട്ടൂസൻ എന്നാണല്ലോ.
എടാ പന്ന പട്ടി തെണ്ടി നാറി നിനക്കൊന്നെ ഉപദ്രവിച്ച് മതിയായില്ലല്ലേ? നിനക്കിട്ട് ഇങ്ങനെ ഓരോ പണി തരുന്ന തന്നെയാടാ എന്റെ ഹോബി. എന്നാ നിന്റെ അടിയന്തരം ഞാൻ ഇവിടെ വെച്ച് നടത്തോടാ മോനെ. കണ്ട സ്നേഹം കണ്ട. ആ നിക്കുന്നതാണോടാ നിന്റെ വൈഫ്? എടാ കോഴി, പോക്കിത്തരം കാണിച്ചിട്ടുണ്ടല്ലോ നിന്റെ പപ്പും കൂടെ ഞാൻ പറിക്കണം. ഇത് സ്നേഹമല്ലോട്ടാ, ഇത് കളിപ്പാണ്. താൻ എന്നോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടി ഇവൻ ഇവിടെ തന്നെ താമസിക്കാൻ കൊണ്ടുവന്നേക്കാണല്ലേ? തന്നെ എങ്ങനെ ഓടിക്കണമെന്ന് ഓർത്ത് ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് ആശ്വാസമായി. നിങ്ങൾ നടന്നോ? ഒന്ന് നിന്നേ. ഇന്ന് മുതൽ ഞാൻ സർവീസിൽ സസ്പെൻഷൻ മാറി കയറുകയാണ്. നിന്നെ ഏതെങ്കിലും കഞ്ചാവ് കേസിൽ ഞാൻ പിടിച്ച് അകത്തിട്ടില്ലെങ്കിൽ കണ്ടല്ല, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? പോടാ. എൻ്റെ കർത്താവേ, ഏത് നേരത്താണാവോ ഈ വീട് വാടക കയറാൻ എനിക്ക് തോന്നിയത്. അപ്പോഴേ കുട്ടിയുടെ അപ്പച്ചൻ ഇവിടുത്തെ വികാരിയച്ഛനോട് പറഞ്ഞേ, വികാരിയച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സമ്മതിച്ചേ. ഇവിടെ അടുത്തല്ലേ കുട്ടിയുടെ അപ്പച്ചൻ? അങ്ങോട്ട് പോയിക്കൂടെ? അതെ പൊന്നുച്ചായ, എന്താ? എന്റെ അപ്പച്ചനറിയാലോ, അപ്പച്ചനൊരു ഓർത്തഡോക്സ് ആണ്. ഞാൻ ഹിന്ദുവായ ജയേട്ടനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചോണ്ടാ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റാത്തത്. പക്ഷെ അപ്പച്ചന്റെ ഉള്ളിൽ എന്നോട് ഇപ്പോഴും നല്ല സ്നേഹ. അതാ പൊന്നുച്ചായനെ പോലെ ഇത്രയും നല്ലവനായ ഒരാളുടെ വീട്ടിൽ താമസിപ്പിക്കണോന്ന് അപ്പച്ചൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത്. സത്യക്രിസ്ത്യാനിയായി പോയി, ഇതാ കുഴപ്പം. മനസ്സലിഞ്ഞു പോവും. ചേട്ടനല്ല. ഹലോ. അയ്യോ എന്റെ ഈശോയെ, എന്താ? അയ്യോ എന്ത് പറ്റിയതാ? അയ്യോ എന്താ ചേട്ടാ, എന്താ പറ്റിയേ? പൊന്നുചായ, പറ. പൊന്നുചായ, എന്റെ ജയേട്ടൻ പോയി. ഓ എന്റെ കർത്താവിശ്വമിശിഹായേ. ഹലോ, എന്താ പറ്റിയേ? നീ എന്തിനെപ്പോഴും എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ.